എറണാകുളം പാരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട നിർണായകമായ ചർച്ച ഇന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. കളക്ടറേറ്റിൽ ആണ് ഈ ചർച്ച നടക്കാൻ പോകുന്നത്. മന്ത്രി റോജി എം ജോൺ ആണ് യോഗം വിളിച്ചിട്ടുള്ളത്. സമരസമിതി പ്രവർത്തകരും താമസക്കാരും സ്ഥലം ഉടമകളും യോഗത്തിൽ പങ്കെടുക്കും. തർക്കഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് 5 സെന്റ് സ്ഥലം താമസക്കാർക്കായി പതിച്ചു നൽകണം എന്നാണ് ഉടമകളോട് സർക്കാർ ആവശ്യപ്പെടുന്നത്. ഇതിൽ സ്ഥലം ഉടമകളായ കണ്ണാട്ടു കുടുംബം ഇന്ന് കൃത്യമായൊരു തീരുമാനം എടുത്താൽ ഒരുപക്ഷെ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടേക്കാം. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, പതിറ്റാണ്ടുകൾ നീണ്ട നിയമ പോരാട്ടമാണ്. അതിനൊടുവിലാണ് ഈ കണ്ണേറ്റ് കുടുംബത്തിന് അനുകൂലമാകുന്ന സുപ്രീം കോടതി വിധി. ഇതിലൊരു ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹാരമുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്നതിൽ ഒരു തർക്കവുമില്ല. അങ്ങനെയുള്ളൊരു പരിഹാര സാധ്യത ഇപ്പോൾ എത്രത്തോളം ഉണ്ട് ഡാനി? അഭിലാഷ്, ഈ വിഷയം രമ്യമായി പരിഹരിക്കുക എന്ന കാര്യത്തിന് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ തവണ ഹൈക്കോടതിയിലേക്ക് കേസ് വന്നപ്പോൾ തന്നെ ഇത് 16-ാം തീയതി വരെ വീണ്ടും ഒരു സാവകാശം അനുവദിച്ചുകൊണ്ട് ആ സമയം അത്രയും യാതൊരു രീതിയിലുള്ള നടപടികളും പാടില്ല എന്ന് പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയുടെ ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചർച്ചകൾ മുന്നോട്ട് പോകണം. ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത് ഇവിടെ താമസിക്കുന്നവർക്ക് 7ഓളം കുടുംബങ്ങൾക്ക് അവർക്ക് സ്ഥലം അനുവദിക്കുക എന്നതാണ്. ഈ സ്ഥലം അനുവദിക്കുകയാണെങ്കിൽ അവിടെ വീടില്ലാത്തവർക്ക് വീട് നൽകാനുള്ള രീതി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും, സഹായം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. സ്ഥലം അനുവദിക്കേണ്ടത് സ്ഥലം ഉടമകളായ അല്ലെങ്കിൽ കോടതി വിധി അനുകൂലമായ കല്ലാട്ട കുടുംബക്കാരാണ്. അവർ ഈ ദിവസങ്ങളിൽ അവിടെ വന്ന് പരിശോധന നടത്തുകയും എവിടെ ഭൂമി അനുവദിക്കാമെന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ അവിടെയുള്ള താമസക്കാർക്ക് അവർ ഒരു 5 സെന്റ് ഭൂമി വീതം നൽകണമെന്ന രീതിയിലാണ് നിലവിലുള്ളൊരു പ്രപ്പോസലായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ കഴിയുന്ന സ്ഥലത്തോടു കൂടിയാണോ അതോ അവിടേക്ക് ആ ഒരു ഭാഗത്തേക്ക് മറ്റ് അവിടെ ഇല്ലാത്ത തൊട്ട് മാറി താമസിക്കുന്നവരെ കൂടി അവിടേക്ക് കൊണ്ടുവന്നതാണോ, എന്താണെങ്കിലും അത്തരം കാര്യങ്ങൾ കൂടി ചർച്ചയിലേക്ക് വരേണ്ടതുണ്ട്. അത് ഈ സമരസമിതി സ്ഥലം അനുവദിക്കാം, അത് തങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇന്ന സ്ഥലത്താണ് എന്നതെല്ലാം തന്നെ പറഞ്ഞാൽ അത് ഒന്നുകൂടി ചർച്ച ചെയ്യേണ്ടി വരും. ഏത് ഭാഗത്തേക്ക് സ്ഥലം അനുവദിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടായിരിക്കും തീരുമാനമുണ്ടാവുക. ഇന്ന് വൈകിട്ട് മന്ത്രി റോജി എം ജോണിൻ്റെ അധ്യക്ഷതയിലാണ് ചർച്ച നടത്തുന്നത്. റോജി എം ജോണിനെയാണ് സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് വേണ്ടി. അപ്പോൾ അവിടെ ഈ കുടുംബാംഗങ്ങൾ അവരുടെ സ്ഥലമുടമകൾ എവിടെയാണ് തങ്ങൾക്ക് സ്ഥലം അനുവദിക്കാൻ കഴിയുക, അത് എത്രയാണ് എന്നതെല്ലാം തന്നെ വിശദമായി അവരുടെ ഭാഗത്ത് നിന്ന് ഇന്ന് അറിയിക്കുകയും ചെയ്യും. അക്കാര്യത്തിൽ ഇപ്പോൾ അവിടെ താമസിക്കുന്നവർ, അവർക്ക് അവിടെ നിന്ന് മാറി താമസിക്കേണ്ടവർക്ക് ഒരു പരിഹാരത്തിലേക്ക് എത്തിയാൽ പിന്നെ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകും. അതിലൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വേഗത്തിലുണ്ടായാൽ 16-ാം തീയതിക്ക് മുൻപായിട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അടക്കമുള്ള നടപടികളിൽ ഇക്കാര്യങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് നടക്കുന്ന ചർച്ച, വൈകിട്ട് ജില്ലാ കളക്ടറേറ്റിൽ നടക്കുന്ന ചർച്ചയിൽ സ്ഥലം MLA VP സജീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ, സമരസമിതി, സ്ഥലമുടമകൾ ഇവരെല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഭാഗത്ത് സ്ഥലം അനുവദിക്കാൻ കഴിയും, അത് എത്ര സെൻറ്റ് വീതമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദമായ രൂപരേഖ അതിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുമാത്രമാണ് ഇക്കാര്യത്തിൽ വരേണ്ടത്. ആ സ്ഥലം അവർക്ക് അനുയോജ്യമാകണം. ഒപ്പം തന്നെ മറ്റ് ആവശ്യങ്ങളില്ല. ഇതിൽ പുനരധിവാസം ഈ രീതിയിൽ സാധ്യമാകുമെങ്കിൽ ഈ വിഷയം പരിഹരിക്കപ്പെടും. അതല്ല എങ്കിലാണ് പിന്നീട് മറ്റ് കോടതി നടപടികളിലേക്ക് പോവുക. കൂടുതലും ഇത് ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടുമെന്ന രീതിയിലേക്ക് തന്നെയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഈ സ്ഥലം എത്രയെന്നും അതെവിടെയെന്നുമാണ് ഇനി അറിയേണ്ടത്. അതിൽ ഇന്ന് തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സൂചിപ്പിക്കുന്ന പോലെ ദളിത് കുടുംബങ്ങൾ ആണ്. അവർക്ക് ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധി തിരിച്ചടിയായി നിൽക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഒരു പക്ഷേ തെരുവിലേക്ക് ഇറങ്ങേണ്ട ദയനീയാവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. എങ്ങനെയും ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കുക, അതിനുള്ള ശ്രമം ആണ് നടക്കുന്നത്. അതനുസരിച്ചാണ് ഇപ്പോൾ ഈ ഭൂ ഉടമയുടെ കുടുംബത്തോട് അല്ലെങ്കിൽ സുപ്രീം കോടതി അനുകൂലമായി വിധി വന്നിട്ടുള്ളത്. ആ ഭൂ ഉടമകളുടെ കുടുംബത്തിനാണ്. അവർ 5 സെന്റ് വീതം ഇവർക്ക് നൽകാൻ തയ്യാറാകുമോ? അങ്ങനെ തയ്യാറാകുന്നുവെങ്കിൽ ഒരുപക്ഷെ അതിനൊരു പരിഹാരം ആയേക്കാം. പക്ഷേ സമരസമിതിയും ഒപ്പം ഈ കുടുംബാംഗങ്ങളുമൊക്കെ ഇത് സ്വീകരിക്കുമോ, എന്തെങ്കിലും ഫോർമുല ഉരുത്തിരിഞ്ഞു വരുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.